എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 8-ന്റെ 33 മുതൽ 35 വരെ. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ വാക്കുകൾ യഹൂദരെ വല്ലാതെ അസ്വസ്ഥരാക്കി. കാരണം അവർ നേടിയെടുക്കേണ്ട സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് യേശു സംസാരിച്ചത്. അതിൻ്റെ അർത്ഥം അവർ അടിമകളാണ് എന്നതായിരുന്നു. യഹൂദർ അവകാശപ്പെട്ടത് അവർ ഒരു കാലത്തും ആർക്കും അടിമകളായിരുന്നിട്ടില്ല എന്നാണ്. ആശ്ചര്യമായി തന്നെ അത് അവാസ്തവമായിരുന്നു. കാരണം ചരിത്രകാലത്ത് അവർ അനേക വിദേശ ആധിപത്യങ്ങൾക്ക് അടിമപ്പെടേണ്ടി വന്നിട്ടുണ്ട്. യേശു അവരുമായി സംവേദിച്ചു കൊണ്ടിരുന്ന സമയത്ത് പോലും അവർ റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് യഹൂദർ നൽകിയ മൂല്യം വളരെ വലുതായിരുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസർ ആകയാൽ അവർ മറ്റാർക്കും ദാസരായി വിൽക്കപ്പെട്ടുകൂടാ എന്ന ലേവ്യ പുസ്തകം 25-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. അതുകൊണ്ട് അവർ രാഷ്ട്രീയ ആധിപത്യത്തിന് കീഴിൽ ആയിരിക്കുമ്പോഴും അവർ സ്വാതന്ത്ര്യം സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. മിസ്രയീമിൽ ജോസഫും കൽദായ ദേശത്തെ ദാനിയേലും സാദ്രഖ്, മേസഖ്, അബേദനഗോവും പേർഷ്യൻ രാജധാനിയിൽ മൊർദെഖായിയും ഒക്കെ അങ്ങനെ തങ്ങളുടെ സ്വാതന്ത്ര്യ ബോധം സൂക്ഷിച്ചവരായിരുന്നു. എന്നാൽ യേശു തമ്പുരാൻ മറ്റൊരു തരം അടിമത്തത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. പാപത്തിന് അടിമകൾ ആകുന്നതിനെക്കുറിച്ച്. ഒന്ന്, യേശു പറഞ്ഞത് പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയായി തീരുന്നു എന്നതാണ്. സ്വന്തം ജീവിതം കൊണ്ട് തനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഒരാൾ അവകാശപ്പെടുമ്പോൾ അയാൾ അങ്ങനെ ചെയ്യുന്നത് അത് അയാൾ പൂർണ്ണമായി ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അതോ ചില സ്വഭാവങ്ങൾക്ക് അയാൾ അടിമയായിരിക്കുന്നത് കൊണ്ടാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. തനിക്ക് മോചനം പ്രാപിക്കാൻ കഴിയാത്ത ചില സ്വഭാവ വൈകൃതങ്ങൾക്ക് അടിമകളായി ഭാരം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. വിശുദ്ധ പൗലോസ് പാപദാസ്യത്തിലായ മനുഷ്യരുടെ പ്രതിനിധിയായി പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നാണ്. ദൈവത്തിൻ്റെ ധാർമ്മിക നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ജഡിക നിയമം തന്നിലുണ്ട് എന്നും ആശ്ചര്യമായി അതിൻ്റെ അടിമയായി താൻ തീർന്നു പോകുന്നു എന്നും റോമർ 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പൗലോസ് പറയുന്നു. ഈ അടിമാവസ്ഥയിൽ നിന്ന് തന്നെ സ്വതന്ത്രനാക്കുവാൻ യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുന്ന ദൈവകൃപയ്ക്ക് മാത്രമാണ് കഴിയുന്നത്. ഈ ദൈവകൃപ അനുഭവിക്കാത്തത് കൊണ്ടാണ് യഹൂദർ പാപത്തിന് ദാസന്മാരായിരിക്കുന്നത്. രണ്ടാമത്, അടിമയുടെ നില വിട്ടിട്ട് പുത്രന്റെ നില സ്വീകരിക്കാൻ യേശു യഹൂദരെ പ്രബോധിപ്പിച്ചു. ഒന്നുകിൽ പുത്രനാകുക, അല്ലെങ്കിൽ അടിമയായിരിക്കുക. ഈ രണ്ട് സാധ്യതകൾ മാത്രമാണ് ജനങ്ങളുടെ മുൻപിലുള്ളത്. യേശുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നതിലൂടെയാണ് ദൈവിക പുത്രത്വത്തിലേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയുന്നത്. ദൈവിക ഭവനത്തിൽ ദാസരില്ല, പുത്രർ മാത്രമേ ഉള്ളൂ. പുത്രന് മാത്രമാണ് ഭവനാവകാശിയായി തീരാൻ കഴിയുന്നത്. പാപത്തിന് സ്വയം വിറ്റുകളഞ്ഞവർക്ക് അതിൻ്റെ അടിമയായിരിക്കാനേ കഴിയുള്ളൂ. പാപദാസ്യത്തിൽ അകപ്പെട്ടു പോയവർക്ക് പുത്രത്വ പദവിയിൽ വേഷപ്രച്ഛന്നരായി പിതാവിൻ്റെ ഭവനത്തിൽ കഴിയാൻ സാധിക്കില്ല. 3, തങ്ങൾ ദൈവമക്കളാണെന്ന് അവകാശപ്പെടുകയും ദൈവപിതാവിന് ഹിതം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് അപകടകരമാണ്. അങ്ങനെ ചെയ്തിട്ടും
അവർ ഇതുവരെയും പുറന്തള്ളപ്പെടാതെ ഇരുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ മനസ്സലിവിനെ ദുരുപയോഗപ്പെടുത്തുന്നത് ചതിവും ശിക്ഷാർഹമായ കുറ്റവുമാണ്. ദൈവത്തിൻ്റെ ദീർഘമായ ദയ സ്വാഭാവികമായി വന്നുകൊള്ളുമെന്ന് കരുതി അഗണ്യമാക്കരുത്. എല്ലാ തലമുറയിലും പെട്ടവർക്ക് ഇതൊരാത്മീക പാഠമാണ്. തെറ്റ് ചെയ്യുന്നവർ ഉടൻ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് തെറ്റു ചെയ്യുന്നതിനുള്ള അനുമതിയോ ആധികാരികതയോ ഒന്നുമല്ല. അപ്പോൾ ഈ വേദഭാഗം നമ്മളോട് പറയുന്നു, നാം ആരുടെ അടിമകളാണ്? യേശുവിന് അടിമകളായി തീരുന്നതിലൂടെ മറ്റ് അടിമത്തരങ്ങൾക്കും ഇരകളാകാതിരിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കാൻ സാധിക്കും. ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ കല്യാണശാലയിൽ വിശുദ്ധിയുടെ കല്യാണ വസ്ത്രമില്ലാത്തവരായി നമ്മെ കണ്ടെത്തുമോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എത്ര വലുതായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. തെറ്റുകൾ ചെയ്തിട്ട് ഉടൻ അതിൻ്റെ ശിക്ഷ അനുഭവിക്കാത്തത് കൊണ്ട് തെറ്റുകളിൽ തുടരാനുള്ള പ്രവണത നമ്മിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സലിവ്, ദീർഘക്ഷമ ഇവയെ മനോഭാവം കൊണ്ട് തള്ളിക്കളയുന്നതിൻ്റെ ദുരിതമെല്ലാം അകറ്റി പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിതരായി കർത്താവിൻ്റെ കർത്തൃത്വത്തെ സ്വീകരിക്കുന്നവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ ആത്മാവിലൂടെ ഞങ്ങളിലേക്ക് ദൈവസ്നേഹത്തെ പകർന്നു നൽകുന്ന ഞങ്ങളുടെ ദൈവമേ, പാപദാസ്യത്തിൽ ഞങ്ങളെ വീണ്ടുകൊള്ളാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മക്കളായി തീർന്നു. അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. പാപദാസ്യത്തിൽ വീണുപോകാതെ അടിയങ്ങൾക്ക് നിന്റെ ഭവനത്തിൻ്റെ മാത്രം ശിക്ഷണബോധം നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയിലും കരുണയിലും ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണകളുടെ തമ്പുരാനായി അവിടുന്ന് വഴി കാട്ടിയായി കൂടെ ഇരിക്കണം. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.